മൂന്നാം മോദി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് ഇന്നറിയാം. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ, കൂടാതെ വിദേശകാര്യവും. അങ്ങനെ ബിഗ് ഫോർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം BJP തന്നെ കയ്യിൽ വയ്ക്കും. JDUവിനും TDPക്കും സുപ്രധാന വകുപ്പുകൾ നൽകിയേക്കും. 10 മണിയോടെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിജ്ഞാപനമിറങ്ങും. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏതൊക്കെയാണ് വകുപ്പുകൾ ലഭിക്കുക എന്നതിലറിയാനുള്ള ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു. സുരേഷ് ഗോപിക്ക് സാംസ്കാരികവും ജോർജ് കുര്യന് വിദേശകാര്യവും ലഭിച്ചേക്കുമെന്നാണ് സൂചന. മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചേരും. മറ്റ് ചില അഭ്യൂഹങ്ങൾ കൂടി പരക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഒരു പക്ഷേ സഹമന്ത്രി സ്ഥാനത്തിൽ തുടരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചേക്കില്ല എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഇതുവരെയും സ്ഥിരീകരിക്കാറായിട്ടില്ല. എന്തായാലും 10 മണി വരെ നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം എന്താണ് സുരേഷ് ഗോപി എടുക്കുന്ന തീരുമാനം എന്നത് അറിയാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഇല്ല എന്നത് സുരേഷ് ഗോപി നേരത്തെ അറിഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പോയതും ആദ്യത്തെ ഫ്ലൈറ്റിൽ പോകാതെ ഇന്നലെ അദ്ദേഹം കാത്തു നിന്നതും. പിന്നീട് നേരിട്ട് പ്രധാനമന്ത്രി വിളിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി ഡൽഹിക്ക് പോയത്. പക്ഷേ സഹമന്ത്രി സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപിയെ മെനഞ്ഞാന്നു തന്നെ അറിയിച്ചിരുന്നു. ക്യാബിനറ്റ് പദവി ഇല്ല എന്നത് സുരേഷ് ഗോപിക്കും ഒപ്പം സുരേഷ് ഗോപിയെ പിന്തുണച്ചു നിൽക്കുന്നവർക്കും ചെറിയ നിരാശ പടർത്തുന്നതായി. പക്ഷേ എങ്കിലും 2 മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദി കേരളത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നതും നമ്മൾ ആവർത്തിച്ചു പറയണം. നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. എങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരൊക്കെ ലഭിക്കുമെന്നതിലാണ് ആകാംക്ഷ. ബിഗ് ഫോർ എന്തായാലും BJPക്കൊപ്പമായിരിക്കും. വിദേശം, ധനകാര്യം, പ്രതിരോധം, ആഭ്യന്തരം. അതൊഴിച്ചായിരിക്കും മറ്റു വകുപ്പുകൾ TDPക്കും JDUവിനും ഒക്കെ നൽകുക. സഖ്യകക്ഷികൾക്ക് എന്തെങ്കിലും ആലോചനകളുണ്ടോ? അവരെന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? 10 മണിയോടുകൂടി വകുപ്പുകൾ അറിയാൻ സാധിക്കും. അതിനു മുമ്പ് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ കേരളത്തിൽ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും വകുപ്പിനെ സംബന്ധിച്ച്? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. മന്ത്രിസഭ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത പിന്നാലെ ഇനിയിപ്പോൾ വകുപ്പുകളുടെ വിഭജനമാണ് ഉള്ളത്. ഇന്നിപ്പോൾ 10 മണിക്കാകുമ്പോഴേക്കും അതിൻ്റെ ഒരു വിജ്ഞാപനം വരും എന്നാണ് വിവരം ഉള്ളത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, അതായത് ധനകാര്യം, ആഭ്യന്തരം, വിദേശകാര്യം, അതോടൊപ്പം തന്നെ പ്രതിരോധം എന്നീ 4 വകുപ്പുകൾ എന്താണെങ്കിലും BJP മന്ത്രിമാർ തന്നെയാണ് കൈകാര്യം ചെയ്യുക. അതിൽ S ജയശങ്കർ വിദേശകാര്യമന്ത്രിയെ തന്നെ തുടരും എന്നാണ് വിവരം ഉള്ളത്. പിന്നീടുള്ളത് മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം JDU, TDP പാർട്ടികൾക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായതാണ്. നേരത്തെ തന്നെ അവർ ഈ TDPയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ കൃഷി അടക്കമുള്ള നിരവധി വകുപ്പുകൾ ആവശ്യപ്പെട്ടിരുന്നു, റെയിൽവേ അടക്കമുള്ള വകുപ്പുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതാണെങ്കിലും റെയിൽവേ JDUവിന് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യം TDPക്ക് പോകും എന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നേരത്തെ V മുരളീധരൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് വിദേശകാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ വിദേശകാര്യം ഒരുപക്ഷേ ജോർജ് കുര്യന് പോകാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. സുരേഷ് ഗോപിയുടെ വകുപ്പ് ഏതാണെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് അദ്ദേഹം നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെടുന്നത് ഈ ഒരു വകുപ്പ് അതിനപ്പുറം 10 വകുപ്പോളം പ്രവർത്തിക്കാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ തൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നേരത്തെ അദ്ദേഹം പറഞ്ഞത് പ്രകാരം സാംസ്കാരികമടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ്. കാരണം തൃശ്ശൂരിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നത് നേരത്തെ തന്നെ ചില കോണുകളിൽ നിന്ന് വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇന്നലെ രാത്രി പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭവനിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പേപ്പറുകൾ പോയിരിക്കുന്നത്. ഇന്നിപ്പോൾ 10 മണിയോടെ ഇതിൻ്റെ കൃത്യമായ ചിത്രം നമുക്ക് എന്താണെങ്കിലും ലഭിക്കും. സുപ്രധാന വകുപ്പുകൾ തന്നെ മന്ത്രിമാർക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് അവരും പങ്കുവയ്ക്കുന്നത്. ഏത് വകുപ്പാണെങ്കിലും അത് സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നുകൂടി അവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മോദി സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ, അത് തീർച്ചയായും ആഭ്യന്തരം അടക്കമുള്ള വകുപ്പുകളിൽ ഏത് മന്ത്രിമാർ എത്തും എന്നത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമനായി ഇന്നലെ രാജ്നാഥ് സിംഗ് ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരുപക്ഷെ അദ്ദേഹം ആഭ്യന്തരത്തിലേക്ക് മാറുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇന്നലെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇപ്പം JP നദ്ദ അടക്കമുള്ളവർ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മികച്ച വകുപ്പുകൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നിതിൻ ഗഡ്കരിയും ഇന്നലെ എത്തി. ഇന്നലെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഒരു ക്രമം നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി, അതിനുശേഷം രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി എന്നിങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് JP നദ്ദ അടക്കമുള്ളവർ ഇരിക്കുന്നതും മറ്റ് TDPയുടെയും JDUവിൻ്റെയും ഒക്കെ സഖ്യകക്ഷികളൊക്കെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും. ആ ഓർഡറിൽ നിർമ്മലാ സീതാരാമനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ വിദേശകാര്യമന്ത്രി കാര്യത്തിൽ മാറ്റമുണ്ടാവില്ല. ധനകാര്യ വകുപ്പിൻ്റെ കാര്യത്തിൽ നിർമ്മലാ സീതാരാമൻ്റെ പല സാമ്പത്തിക നയങ്ങളും BJPയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായതും നിർമ്മലാ സീതാരാമൻ്റെ സാമ്പത്തിക നയങ്ങളാണ്. അത് BJP പിന്തുടർന്നതിൽ തെറ്റായിപ്പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. നിർമ്മലാ സീതാരാമൻ ധനകാര്യ വകുപ്പിൽ നിന്ന് മാറാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് നിലവിൽ?
അരുൺ, നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പ്രധാനമായും ഈ ധനവകുപ്പാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലായി ഏറ്റുവാങ്ങിയൊരു വകുപ്പ്. അത് പല തരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ പാർട്ടിക്കകത്ത് ഉണ്ട്. താനും ആ പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ധനമന്ത്രിയുടെ കാര്യത്തിലും അക്കാര്യത്തിൽ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് ഏത് വകുപ്പായിരിക്കും നിർമ്മലാ സീതാരാമന് ലഭിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ധനം മാറി മറ്റേത് പ്രധാനപ്പെട്ട വകുപ്പ് വരെ നിർമ്മലാ സീതാരാമൻ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ധനത്തിനപ്പുറം ഏത് വകുപ്പ് എന്നതിലാണ് ചോദ്യങ്ങൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സസ്പെൻസ് ആണ് ഇപ്പോൾ ഡൽഹിയിൽ. താങ്ക് യു നോബൽ. നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി ഡൽഹിയിൽ നിന്ന് വേണം. പ്രത്യേകിച്ച് പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. BJPയുടെ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും പുനഃസംഘടന ഉണ്ടാവും. JP നദ്ദ മാറുന്ന ഒഴിവിലേക്ക് ആര് വരുമെന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ശിവരാജ് സിംഗ് ചൗഹാനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോയിട്ടുണ്ട്. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തതിൽ ചില കക്ഷികൾ അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് സൂചന. അത് അമിത്ഷായുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല. അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ തുടരുകയാണെങ്കിൽ തങ്ങളുടെ പാർട്ടിയെ പിളർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ചിലർ കരുതുന്നു. നമുക്കറിയാവുന്നതുപോലെ JDUവിൻ്റെയും TDPയുടെയും സഖ്യകക്ഷികളാണ് ഏറ്റവും പ്രബലരായിട്ടുള്ള സഖ്യകക്ഷികൾ. അവരെ ആശ്രയിക്കാതെ BJPക്ക് ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയില്ല. ആ ഘട്ടത്തിലാണ് ഉദ്ധവ് താക്കറെ ഒരു ട്വീറ്റ് ചെയ്തത്. അതൊരു ഉപദേശമായിട്ടാണ് കൊടുത്തത്. നിങ്ങൾ സ്പീക്കർ പദവി കിട്ടുമെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കരുത്, ഇല്ലെങ്കിൽ നിങ്ങളെ പിളർത്തും എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഒരു പക്ഷേ പ്രതിരോധ വകുപ്പിലേക്ക് അമിത്ഷാ പോയേക്കാം, രാജ്നാഥ് സിംഗിന് ആഭ്യന്തരം കിട്ടിയേക്കാം എന്ന തരത്തിലുള്ള ചില ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും ആ സസ്പെൻസ് ഇന്ന് 10 മണിയോടുകൂടി പൊളിയും. രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിജ്ഞാപനം ഇറങ്ങുന്നതോടുകൂടി ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ എന്നതിലൊരു ക്ലാരിറ്റി വരും. നമ്മൾ കാത്തിരിക്കുന്നത് കേരളത്തിലെ കാര്യം അറിയാനാണ്. സാംസ്കാരിക വകുപ്പാണോ സുരേഷ് ഗോപിക്ക് ലഭിക്കുക, അത് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കുമോ? ആഭ്യന്തര